Hi everyone, welcome you all to a new session on the course Mechanics of Solids. Module 1 ബേസ് ചെയ്തുള്ള തിയറി ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻസ്. ആ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനെ ബേസ് ചെയ്ത് നോർമൽ സ്ട്രെയിനും ഷിയർ സ്ട്രെയിനും രണ്ടിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ എഴുതിയായിരുന്നു. അതാണ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. അതിൻ്റെ ലാസ്റ്റ് ഒരു സെഷനായിട്ട് സ്ട്രെയിൻ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു. ആ സ്ട്രെയിൻ മെട്രിക്സ് എഴുതിയായിരുന്നു, അതാണ് വീണ്ടും ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ സ്ട്രെയിൻ മെട്രിക്സിനെ ഒരു 3x3 മെട്രിക്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എപ്സിലോൺ XX, എപ്സിലോൺ YY, എപ്സിലോൺ ZZ. ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ദിസ് മെട്രിക്സ് റെപ്രസെൻറ്റ്സ് ദി നോർമൽ സ്ട്രെയിൻ. ബാക്കി കമ്പോണൻസ് എല്ലാം ഷിയർ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഗാമ XY, ഗാമ XZ, gamma YZ, gamma XZ, like that. Okay. In theory of elasticity പ്രോബ്ലത്തിൽ ഷിയർ സ്ട്രെയിനെ ഡിഫൈൻ ചെയ്യുന്നത് ഓൾറെഡി ഷിയർ സ്ട്രെയിൻ ഗാമ XY ആണ്. ഗാമ XY, ഗാമ XZ, ഗാമ YZ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇലാസ്റ്റിക് പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബോഡിയുടെ ഡീഫോർമേഷൻ്റെ കേസിൽ ഷിയർ സ്ട്രെയിനെ ഡിഫൈൻ ചെയ്യുന്നത് എപ്സിലോൺ XY ആണ്. ഇവിടെ എപ്സിലോൺ XX എന്ന് പറയുന്ന നോർമൽ സ്ട്രെയിൻ പറഞ്ഞില്ല, അതേപോലെ എപ്സിലോൺ XY എന്ന് പറയുന്ന ഷിയർ സ്ട്രെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗാമ XY/2. ഓക്കെ, ഇവിടെ എഴുതിയ ഗാമ XY/2 ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്സിലോൺ XY. സോ ഗാമ XY എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞതാണ് ∂U/∂Y പ്ലസ് ∂V/∂X അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഹാഫും കൂടെ വരുമ്പോഴാണ് ഹാഫ് ഇൻറ്റു ∂U/∂Y പ്ലസ് ∂V/∂X. അങ്ങനെയാണ് എപ്സിലോൺ XY റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ റെപ്രസെൻറ്റേഷന് പറയുന്നതാണ് എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ ആണ്. ദിസ് ഡെഫിനിഷൻ ഓഫ് ഷിയർ സ്ട്രെയിൻ ഈസ് നോൺ ആസ് എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, സോ അന്നേരം ഈ നേരത്തെ എഴുതിയ സ്ട്രെയിൻ മെട്രിക്സിനെ ഒന്നും കൂടെ എടുത്തെഴുതുകയാണ് ഇൻ ടേംസ് ഓഫ് എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ. സോ ദിസ് സ്ട്രെയിൻ ടെൻസർ ക്യാൻ ബി റിട്ടൺ ആസ് മെട്രിക്സ് പോലെ തന്നെ സ്ട്രെയിൻ ടെൻസറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്സിലോൺ XX, എപ്സിലോൺ YY, എപ്സിലോൺ ZZ നോർമൽ സ്ട്രെയിൻ ആണ്. ബാക്കി ഈ ഗാമ XYക്ക് പകരം എന്തെഴുതാം, അല്ലെങ്കിൽ ഗാമ XY/2 പകരം എപ്സിലോൺ XY എന്ന് എഴുതാം. അതാണ് എപ്സിലോൺ XY എന്ന് എഴുതിയത്. സിമിലർലി ഗാമ XZ/2, ഗാമ XZ/2 ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന എപ്സിലോൺ XZ. ഓക്കെ, സിമിലർലി എപ്സിലോൺ XY പറഞ്ഞു ഗാമ XY/2, അതേപോലെ തന്നെ എപ്സിലോൺ XZ എന്ന് പറയുന്നത് ഗാമ XZ/2, അതേപോലെ തന്നെ ഗാമ YZ/2 ആണ് ഇവിടുത്തെ എപ്സിലോൺ YZ. ഓക്കെ, അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ സ്ട്രെയിൻ ടെൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, നോർമലി പ്രോബ്ലത്തിൽ ഇനി അടുത്ത ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിലെല്ലാം ഒന്നെങ്കിൽ സ്ട്രെയിൻ കമ്പോണൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഓരോ കമ്പോണൻസ് എപ്സിലോൺ XX, ഗാമ XY ഓരോ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനെ ബേസ് ചെയ്തുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ സ്ട്രെയിൻ കമ്പോണൻസ് എഴുതിയാൽ മതി. ബട്ട് സ്ട്രെയിൻ ടെൻസർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എപ്സിലോൺ XX, എപ്സിലോൺ YY, എപ്സിലോൺ ZZ, ദെൻ എപ്സിലോൺ XY എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഷിയർ സ്ട്രെയിൻ. എപ്സിലോൺ XY, എപ്സിലോൺ XZ, എപ്സിലോൺ YZ എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനെ ബേസ് ചെയ്തുള്ള ഒരു പ്രോബ്ലമാണ്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് ഫോർ എ ബോഡി ഈസ് ഗിവൺ ബൈ U is equal to x² plus y² plus 2 into I cap plus 3x plus 4y² into j cap plus 2x cube plus 4z into k cap into 10⁻⁴. അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ ഒരു വെക്ടറിൻ്റെ രൂപത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് I cap, j cap, k cap എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ ഓഫ് എ പോയിൻ്റ് ഒറിജിനലി അറ്റ് 1, 2, 3 എന്ന് പറഞ്ഞ കോർഡിനേറ്റിലുള്ള ഇനിഷ്യലി 1, 2, 3 എന്ന് പറയുന്ന പോയിന്റിലുണ്ടായിരുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ കണ്ടുപിടിക്കാനും ഫൈൻഡ് ദ സ്ട്രെയിൻ കമ്പോണൻസ് അറ്റ് 1, 2, 3 ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഗിവൺ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് U തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് സ്ട്രെയിൻ കമ്പോണൻസ് കണ്ടുപിടിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് U is equal to x² plus y² plus 2 into I cap plus 3x plus 4y² into j cap plus 2x cube plus 4z into k cap into 10⁻⁴.
സോ നോർമലി ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു വെക്റ്റർ ഈസ് ഇക്വൽ ടു യു എക്സ് ഐ ക്യാപ് പ്ലസ് യു വൈ ജെ ക്യാപ് പ്ലസ് യു ഇസഡ് കെ ക്യാപ്. ഓക്കെ, അങ്ങനെയാണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ, കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ, കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, സോ യു എക്സ് ആണ് തന്നിരിക്കുന്നത്. യു എക്സ് ഈസ് ഇക്വൽ ടു ഇവിടെ യു എക്സ് തന്നെയാണ് ഇവിടെ. ഓക്കെ, ഐ ക്യാപ്പിൻ്റെ കൂടെ കിടക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2 യു എക്സ്, യു വൈ എന്ന് പറയുന്നത് 3x പ്ലസ് 4y സ്ക്വയർ, യു ഇസഡ് എന്ന് പറയുന്നത് 2x ക്യൂബ് പ്ലസ് 4z. സോ ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ, ഇനിഷ്യൽ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇനിഷ്യലി അത് 1 2 3 എന്നാണ്. 3 എന്ന് പറയുന്ന കോർഡിനേറ്റാണ് അതിനുണ്ടാവുന്നത്. സോ 1 ആയതുകൊണ്ടാണ് ഇവിടെ i പ്ലസ് 2 ആയതുകൊണ്ട് 2j പ്ലസ് 3 ആണ് ഇനിഷ്യൽ പോയിൻറ്റ്. 1 2 3 എന്ന് പറയുന്ന കോർഡിനേറ്റാണ്, അതുകൊണ്ടാണ് i പ്ലസ് 2j പ്ലസ് 3k എന്ന് എഴുതിയത്. ഓക്കെ, ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ ആർ വെക്ടർ എന്ന് പറയുന്നത് i പ്ലസ് 2j പ്ലസ് 3k. സോ ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, യു ഇസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ. ഇതിൽ ഈ ഓരോ 1 2 3 എക്സ് വൈ ഇസഡിന് 1 2 3 എന്ന് പറഞ്ഞ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ഓരോ എക്സും വൈൻ്റെയും ഇസഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 3 ഇൻറ്റു 1 3 ഇൻറ്റു 1 ആണല്ലോ, 3 ഇൻറ്റു എക്സ് 1 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 2 സ്ക്വയർ അല്ലേ വൈ എന്ന് പറയുന്നത്, 4 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 3 12 ഇൻറ്റു കെ ക്യാപ് ഇൻറ്റു 10⁻⁻⁴. സോ യു ഈസ് ഈക്വൽ ടു 4 പ്ലസ് 2 7i ഇൻറ്റു 10⁻⁻⁴ ഉണ്ടല്ലോ, 10⁻⁻⁴ കോമൺ ആണ്. സോ 0.0007 i ക്യാപ് പ്ലസ് 4 ഇൻറ്റു 4 16 16 പ്ലസ് 3 19 ഇൻറ്റു 10⁻⁻⁴ 0.0019 കെ ക്യാപ്, ഇവിടെ കെ ക്യാപ്പ് ഉണ്ട്, കെ ക്യാപ് പ്ലസ് 12 പ്ലസ് 4 14 4.0014 ഇൻറ്റു സോറി ഐ ക്യാപ്, ഇവിടെ ജെ ക്യാപ്പാണ്, ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് കെ ക്യാപ്. ഓക്കെ, സോ ഫൈനലി യു എന്ന് പറയുന്നത് ജസ്റ്റ് എക്സും വൈ സെഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10⁻⁻⁴ കോമൺ ആയതുകൊണ്ടാണ് അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് യു ഇസ് ഈക്വൽ ടു 0.0007 ഐ ക്യാപ് പ്ലസ് 0.001 ജെ ക്യാപ് പ്ലസ് 0.0014 കെ ക്യാപ്. ഓക്കെ, സോ ഇതാണ് ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ. സോ ഫൈനൽ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ആർ ബാർ ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ പൊസിഷൻ പ്ലസ് ഇനിഷ്യൽ ഉണ്ടായിരുന്നത് ഇതാണ്, ഡിസ്പ്ലേസ്ഡ് ആയത് ദിസ് യു ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഫൈനൽ പൊസിഷൻ വെക്ടർ കിട്ടുന്നത്. ഇനിഷ്യലും പിന്നെ ഡിസ്പ്ലേസ്ഡ് ആയത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഫൈനൽ പൊസിഷൻ വെക്ടർ കിട്ടുന്നത്. സോ ആർ ബാർ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ദിസ് യു ആഡ് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, സോ 1 പ്ലസ് ഈ ഐയും കൂടെ ആഡ് ചെയ്യുക, 1 പ്ലസ് 0.0007 i. സോ 1.0007 ഐ ക്യാപ് പ്ലസ് 2 പ്ലസ് 2.0019 ജെ ക്യാപ് പ്ലസ് 3.0014 കെ ക്യാപ്. അതാണ് ആൻസർ. ജസ്റ്റ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഈ ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ ആറും ഡിസ്പ്ലേസ്ഡ് ആയത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ കിട്ടും. സോ ദിസ് ഈസ് ദ ഫൈനൽ പൊസിഷൻ വെക്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ ഓഫ് എ പോയിന്റ് ഒറിജിനിലേറ്റ് 1 2 3. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ട്രെയിൻ കമ്പോണൻസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് സ്ട്രെയിൻ കമ്പോണൻസ് കണ്ടുപിടിക്കുന്നത്? സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനിൽ നിന്ന് സ്ട്രെയിൻ കമ്പോണൻസ് കണ്ടുപിടിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. So epsilon xx normal strain dou u x by dou x
അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് എന്നാണ് ക്ലാസ്സിൽ പറഞ്ഞത്, അതായത് കമ്പോണൻ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ. അത് തന്നെയാണ് ഡോ യു ബൈ ഡോ എക്സ്. ഇവിടെ യു എക്സ് എന്താണ്? യു എക്സിൻ്റെ വാല്യൂ എത്രയാണ്? യു എക്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യു. നമ്മൾ ക്ലാസ്സിൽ എഴുതിയത് യു എക്സിന് പകരം എന്താണ്? യു എന്ന്, കമ്പോണൻറ്റ് യു എന്നും, യു വൈക്ക് പകരം വി എന്നും, യു ഇസഡിന് പകരം ഡബ്ല്യു എന്നുമാണ് ഓരോ കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ, കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ വി, കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഇസഡ് ഡയറക്ഷൻ ഡബ്ല്യു. ഓക്കെ, സോ യു എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2. So dou by dou x of x square plus y square plus 2, x square plus y square plus 2 ആണ് u. സോ എന്ന് വെച്ചാൽ ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. സോ എക്സ് സ്ക്വയറിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 2x, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണല്ലോ. ദെൻ അറ്റ് 1 2 3 1 2 3 എന്നുള്ള പോയിന്റിലെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ എക്സിൻ്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2. ദെൻ എപ്സിലോൺ വൈ എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ വൈ. സോ ഡോ ബൈ ഡോ എഫ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ. വിയുടെ വാല്യൂ എന്താണ്? അല്ലെങ്കിൽ യു വൈ 3x പ്ലസ് 4y സ്ക്വയർ. Okay, 3x plus 4y square. So 3x, partial differentiation of 3x with respect to y constant ആണല്ലോ. 4y square ഉണ്ട്, 4 into 2y, that is 8y. yയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 8 into 2 16. Then epsilon z dou w by dou z, partial differentiation of w with respect to z. w ൻ്റെ വാല്യൂ w ൻ്റെ വാല്യൂ uz, that is 2x cube plus 4z, 2x cube plus 4z. So 2x ക്യൂബിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു z ഇല്ലല്ലോ, കാരണം ഏതിനാണോ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് അതിൽ ആ ഒരു ടേം ഇല്ലല്ലോ, ഇസഡ് എന്ന് പറഞ്ഞ ടേം ഇല്ലല്ലോ. അതുകൊണ്ട് 2x ക്യൂബ് 0 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. 4z ആകുമ്പം 4. ഓക്കെ, ഇനി ഇത് 3 എണ്ണം നോർമൽ സ്ട്രെയിൻ കമ്പോണൻസ്, എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ ഇസഡ് ഇസഡ് ആണ് പറഞ്ഞത്. ഇനി ഗാമ എക്സ് വൈ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇക്വേഷൻ, ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പോൾ സോ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുക. യുവിൻ്റെ വാല്യൂ അറിയാമല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2 വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 2y എന്ന് കിട്ടും. ദെൻ വി, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിയുടെ വാല്യൂ 3x പ്ലസ് 4y സ്ക്വയർ. സോ അതിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ വാല്യൂ 2 into 2 plus 3, that is 7. Then gamma yz is dou wy dou y plus dou v by dou x. So partial differentiation of w with respect to y, w ൻ്റെ വാല്യൂ എത്രയാണ്? 2x ക്യൂബ് പ്ലസ് 4z. 2x ക്യൂബ് പ്ലസ് 4zനകത്ത് വൈൻ്റെ വാല്യൂ ഇല്ലല്ലോ, അല്ല വൈയുടെ ടേം ഇല്ലല്ലോ, അതുകൊണ്ട് ആ ടേം 0 പ്ലസ് ഡോ വി ബൈ ഡോ ഇസഡ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. വിയുടെ വാല്യൂ ഏതാണ്? 3x പ്ലസ് 4y സ്ക്വയർ. അതിൽ 3x പ്ലസ് 4y സ്ക്വയറിനകത്ത് ഇസഡിൻ്റെ ടേം ഇല്ലല്ലോ, അതുകൊണ്ട് രണ്ടാമത്തെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ 0. സോ ടോട്ടൽ ഗാമ വൈ ഇസഡ് എന്ന് പറയുന്നത് 0 ആണ്. ഗാമ എക്സ് ഇസഡ് ഈസ് ഈക്വൽ ടു ഡോ w ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ഇസഡ്. ഓക്കെ, so partial differentiation of w with respect to x, what is w? W is 2x cube plus 4z. Okay, 2x cube plus 4z
2x³ plus 4z പ്ലസ് ഡോ ഇസഡ് ഓഫ്, ഇത് ജസ്റ്റ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ, ഓരോ ടേമും തന്നിട്ടുണ്ട്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, അതുകൊണ്ടാണ്, അതേ ഉള്ളൂ. ഡോ ഇസഡ് ഓഫ് യുവിൻ്റെ വാല്യൂ എന്താണ്? യു ഈസ് x³ പ്ലസ് x² പ്ലസ് y² പ്ലസ് 2, x² പ്ലസ് y² പ്ലസ് 2. പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുക. 2x³ 2 ഇൻറ്റു 3x², ആ ഒരു ടേമേ ഉള്ളൂ. രണ്ടാമത്തെ ഡോ ഇസഡ് എന്ന് പറഞ്ഞ ടേം ഇല്ല. സോ 6x² എന്ന് പറഞ്ഞു, 2 ഇൻറ്റു 3 6x², എക്സിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ടോട്ടൽ 6. ഇതാണ് 6 സ്ട്രെയിൻ കമ്പോണൻസ്: എപ്സിലോൺ XX, എപ്സിലോൺ YY, എപ്സിലോൺ ZZ, ഗാമ XY, ഗാമ YZ, ഗാമ XZ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. ആദ്യം ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവർ വീണ്ടും 2 or 3 പ്രാവശ്യം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പ്രോബ്ലം ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.